കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടുന്നില്ല എന്നുള്ളത് മലയാളികളിൽ ചില പുരുഷന്മാർ നേരിടുന്ന പ്രശ്നം തന്നെയാണ്. അതിനിടയിലാണ് ഒരു സുഹൃത്ത് ഒരു ബ്രോക്കർ മുഖാന്തരം കർണാടകത്തിൽ നിന്നൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചത്. നാട്ടിൽ നിന്ന് പെണ്ണിനെ കിട്ടുന്നില്ല, പിന്നെ അവനെന്താ ചെയ്യുക? ബ്രോക്കർ ചാർജ് 1,00,000 എന്നൊക്കെ പറഞ്ഞാണ് പെണ്ണിനെ സംഘടിപ്പിച്ചത്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബ്രോക്കർ ചാർജ് കൊടുക്കാതെ ഇന്ന് അവ വരാൻ ഇങ്ങനെ മുങ്ങി നടക്കുക. കൂലിപ്പണിക്ക് പോകുന്ന ഇയാൾ ഒരുപാട് പെണ്ണൊക്കെ കണ്ടതാണ്, പക്ഷെ പെണ്ണൊന്നും കിട്ടുന്നില്ല. അവസാനം ഗത്യന്തരില്ല വന്നപ്പോഴാണ് കർണാടകത്തിൽ നിന്നും ബ്രോക്കർ ചാർജ് കൊടുത്ത് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഭാര്യയാക്കുന്നത്. ഭാഷ അറിയാത്ത ആ പെണ്ണ് വന്നിട്ട് നാട്ടിലും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാന കഥ എന്ന് പറയുന്നത്. ഏതായാലും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടല്ലോ, നമുക്ക് കഥയിലേക്ക് കടക്കാം. ഇതാ സംഭവവികാസങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടുകൊള്ളുക, അതാ നല്ലത്. എടാ ഭയങ്കര മുങ്ങി നടക്കുവാണല്ലേ ചതിയ. നീ എന്താടാ ഇങ്ങനെ? എല്ലാ ചങ്ങായി, നിന്റെ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 6 മാസമായി. നിനക്ക് ആരാ പെണ്ണിനെ ശരിയാക്കി തന്നത്? നിങ്ങളല്ലേ കല്യാണ ബ്രോക്കർ അല്ലേ? ആ, അപ്പൊ അത് നിനക്ക് ഓർമ്മയുണ്ട് അല്ലേ? പെണ്ണ് കിട്ടാതെ എനിക്ക് നിങ്ങളല്ലേ പെണ്ണിനെ ശരിയാക്കി തന്നതിന് മഹാന് നന്ദി. നന്ദി എന്റെ പട്ടിക്ക് വേണം. അതെ, മറ്റവൻ വേണം, മറ്റവൻ. എടാ ചാർജ് വേണം, ചാർജ്. ഓ, അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്തിനാ? നിങ്ങളല്ലേ ചാർജർ വേണമെന്ന് പറഞ്ഞേ. എടാ പൊട്ട, നിന്റെ ഒരു കാര്യം. എനിക്ക് കല്യാണം നടത്തി തന്നില്ലേ, അതിന്റെ കമ്മീഷനാ ചോദിച്ചത്. ഞാൻ പറയാം വിട്. മുങ്ങി നടക്കുക. എന്നിട്ട് എന്റെ ചേട്ടാ, നിങ്ങൾ ശരിയാക്കി തന്ന പെണ്ണ് ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല. എടാ, അത് കർണാടകത്തിൽ നിന്ന് വന്ന പെണ്ണല്ലേ. നീ മലയാളം പറഞ്ഞ അവക്ക് മനസ്സിലാവൂല, അതുകൊണ്ടാ ഒന്നും കേൾക്കാത്തത്. അതല്ല, അവളോട് ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവള് ചട്ടും ചൂടാക്കി എന്റെ ചന്തിക്ക് വെച്ചു. ഓ എടാ, അത് അവള് നിന്നെ ഒന്ന് പരീക്ഷിച്ചതായിരിക്കും. അവള് വലിയ പരീക്ഷക്കാരിയാ. എന്ത് പരീക്ഷണം? നീ ഒരു ദേശക്കാരനാണോ എന്ന് അറിയാനുള്ള പരീക്ഷണം. എന്നിട്ട് എനിക്ക് ദേഷ്യം വന്നില്ല, എന്റെ ചന്തി പൊള്ളിയപ്പോ എനിക്ക് കരച്ചിൽ. എടാ, അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യും, നീ എനിക്ക് ബ്രോക്കർ ചാർജ് തരണ്ട. അത് പിന്നെ എനക്കൊരു കാര്യം പറയാൻ കേട്ടോ. ഓ, നന്ദി പറയാനാണല്ലേ? നന്ദിയൊന്നും വേണ്ട, നീ നിന്റെ കല്യാണം കഴിഞ്ഞല്ലോ, അത് മതി. അതെ, ആ കർണാടകക്കാരിയെ എനിക്ക് വേണ്ട, ചേട്ടൻ തന്നെ എടുത്തോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല. നിങ്ങൾ തലയിലാക്കിട്ട് നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? ചേട്ടാ ചേട്ടാ ചേട്ടാ